ഹായ് കൂട്ടുകാരെ, റെയിൻകാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുറച്ച് പ്ലാൻസ് കൊടുത്തു തീർക്കുകയാണ്. മാക്സിമം റേറ്റ് കുറച്ച് തന്നെയാണ് ഈ പ്ലാൻസ് ഇട്ടേക്കുന്നത്. നിങ്ങളെല്ലാവരും മേടിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഓഫർ റേറ്റിലാണ് നമ്മൾ ഈ പ്ലാൻസ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേണ്ടുന്നവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ DTDC കൊറിയർ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ കേരളത്തിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ നേരത്തെയൊക്കെ അയച്ചിട്ടുള്ളത് താമര ആമ്പലും ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അടിപൊളി പ്ലാന്റ്സ് ആണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇപ്പം നല്ല മഴ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് കിളിപ്പിക്കാൻ വളരെ എളുപ്പവുമാണ്. അത്യാവശ്യം ഷെയ്ഡിൽ വെച്ചാലും മതി, മഴ നനയാതെ ഷെയ്ഡിൽ വെച്ചാലും മതി, നല്ലപോലെ കിളിച്ച് കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് വരുന്ന ചെടി ഈ ഒരു ചെടിയാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ്, അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റാണ്. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിന് വരുന്നത് 50 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നവർ ഇത് വാട്സപ്പിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം, എന്നാലേ നമുക്കറിയാൻ പറ്റൂ. വാട്സപ്പിൽ കറക്റ്റായിട്ട് ഇത് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്നവരൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇതിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സൈസാണ്. വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നത് ചെറിയ പ്ലാന്റ് ഒന്നുമല്ല, അത്യാവശ്യം നല്ല പ്ലാന്റ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്കിതിന് 50 രൂപ 50 റുപ്പീസ് പറഞ്ഞത്. ഇനി അടുത്തായിട്ട് വരുന്ന ഇതേ ടൈപ്പിലുള്ള വേറൊരു പ്ലാന്റാണ്. ഇതെല്ലാം നമ്മൾ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയാണ്. ഒത്തിരി വെയിൽ വേണ്ടാത്ത പ്ലാന്റുകളാണ് ഇതൊക്കെ. ഇതും നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ അയക്കുമ്പോൾ ഇത്രയും മണ്ണൊന്നും നമുക്ക് കൊറിയർ അയക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ മണ്ണ് സോയിലെല്ലാം ഒക്കെ കളഞ്ഞിട്ടേ അയക്കാൻ പറ്റൂ. കാര്യം അത്രയും വെയിറ്റ് വരും, കൊറിയർ ചാർജ് കൂടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഈ മണ്ണൊക്കെ കളഞ്ഞ് കുറച്ച് പോട്ടിംഗ് മിക്സൊക്കെ വെച്ചിട്ടായിരിക്കും പാക്ക് ചെയ്ത് അയക്കുന്നത്. നല്ല റൂട്ടോടുകൂടി തന്നെ അയക്കും, കുഴപ്പമൊന്നും വരത്തില്ല. സാധാരണഗതിയിൽ അങ്ങനെയാണ് നമ്മൾ കൊറിയർ ചെയ്യാറ്. അപ്പോൾ ഇത്രയും മണ്ണൊക്കെ അയക്കണമെങ്കിൽ നമുക്ക് ഏകദേശം 1 കിലോയ്ക്ക് മേളിൽ പോവും. 1 കിലോയ്ക്ക് ഏകദേശം അവർ 80 രൂപയൊക്കെ ചാർജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം പ്ലാന്റും മാത്രം നല്ല രീതിയിൽ അയച്ചു തരും. അപ്പോൾ ഇത് ഒരു ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റാണ്. അപ്പോൾ 2 പ്ലാന്റായി, മൊത്തം നമ്മൾ 9 പ്ലാന്റാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനും വില വരുന്നത് 50 റുപ്പീസാണ്. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മാസമൊക്കെ ആയ പ്ലാന്റാണ്, നല്ല ഗ്രോത്ത് ആയ പ്ലാന്റാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നതാണ്ട് ഈ ഒരു അഗ്ലോണിമയുടെ ടൈപ്പ് വരുന്ന ഒരെണ്ണമാണ്. ഇതും നല്ലൊരു പ്ലാന്റാണ്. ഇത് ബുഷി ആകുമ്പോഴാണ് ഇതിന് ഭംഗി വരുന്നത്. ഇപ്പോൾ ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ല ബുഷി ആകുമ്പം. അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ്. നല്ല ഒരു വെറൈറ്റി അഗ്ലോണിമയാണ്. നല്ല ഒരു ഡിസൈൻ പാറ്റേൺ ഉള്ളതാണ്. ഇതും നമുക്ക് ഇൻഡോർ മീഡിയം ഷെയ്ഡ് മതി, ഒത്തിരി ഷെയ്ഡൊന്നും വേണ്ട, അങ്ങനെയുള്ളൊരു പ്ലാന്റാണ്. ഇത് ബുഷി ആയിട്ട് വെക്കാമെങ്കിൽ നല്ല ലുക്ക് വരും. നമ്മളൊരു വെള്ളപ്പോട്ടൊക്കെ എടുത്ത് നല്ലപോലെ ബുഷിക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. നമുക്ക് പിന്നെ നമ്മുടെ വരാന്തകളിലൊക്കെ മീഡിയം ഷെയ്ഡ് കിട്ടുന്നിടത്ത് വെക്കാം. ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് ആവശ്യമില്ല. നല്ലൊരു പ്ലാന്റാണ്. ഇതിനും വരുന്നത് 50 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഈ 3 പ്ലാന്റും 50 റുപ്പീസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് വരുന്നതാണ്ട് ഒരു കലാത്തിയാണ്. ഇതൊരു വെറൈറ്റി കലാത്തിയാണ്. നല്ല ബുഷിയാവും, നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സ്റ്റെംസ് വരുന്നതാണ്. ഇതിൽ തന്നെ 2 or 3 ഷൂട്ടുള്ളൊരു പ്ലാന്റാണ്. അത്യാവശ്യം ഷൂട്ട് കൂടുതലുള്ളൊരു പ്ലാന്റാണ്. കണ്ടോ, അത്യാവശ്യം നല്ല സൈസ് പ്ലാന്റാണ്. ഇതെല്ലാം കുറച്ച് പീസേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ കിളിപ്പിച്ചായതുകൊണ്ട് കുറച്ച് പീസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത്. ഇത് നഴ്സറികളിലൊക്കെ പോയാൽ അവർ നല്ല വില മേടിക്കുന്ന ഒരു കലാത്തിയാണ്. ഇതും 50 റുപ്പീസിനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്, ഈ ബുഷി കലാത്തിയ. അപ്പോൾ ഇതും സെമി ഷെയ്ഡ് മതി, ഒത്തിരി നമുക്ക് ഷെയ്ഡൊന്നും വേണ്ട. നമ്മുടെ ഇറമ്പത്തോ ഇല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. നമ്മളിതിനൊന്നും ഓവർ വാട്ടറിങ് പാടില്ല, അത്യാവശ്യം വെള്ളം ഒഴിച്ചാൽ മതി. ഓവർ വാട്ടറിങ്ങും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കലാത്തിയ. പിന്നെ അടുത്ത് വരുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് കലാത്തിയാണ് കേട്ടോ. ഇത് സൂപ്പർ കലാത്തിയാണ്. എപ്പോഴും എല്ലാവരും എൻക്വയറി വരുന്നൊരു കലാത്തിയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നൊരു കലാത്തിയാണ്. അപ്പോൾ ഇതൊരു 3 or 4 പ്ലാന്റ് ഇരിപ്പുള്ളൂ നമുക്ക്. ഇതും നമ്മുടെ ഇവിടെ കിളിച്ച് കിട്ടിയ പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ഷൂട്ടാണ് കേട്ടോ, നല്ല ഷൂട്ട് സൈസുള്ള നല്ല പ്ലാന്റാണ്. അപ്പോൾ ഇതിന് വരുന്നത് 60 രൂപയാണ് വരുന്നത്. ഒരു 10 രൂപയുടെ വ്യത്യാസം കൂടെ ഇതിന്. അത്യാവശ്യം ഷൂട്ടുള്ളൊരു പ്ലാന്റാണ്. 60 രൂപ. ഇതിന് 60 രൂപ വരുന്നൊരു പ്ലാന്റാണ് ഈ കലാത്തിയ. അപ്പോൾ നിങ്ങളിത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിരുന്നാൽ മതി. അതേപോലെ തന്നെ അടുത്തൊരു ഫിലോഡെൻഡ്രോൺ ആണ് വെറൈറ്റി വരുന്നത്. നല്ല ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. കണ്ടോ,
ഇതിൻ്റെ പേരെനിക്കറിയില്ല കറക്റ്റ്. ഇത് ഫിലോഡെൻഡ്രോൺ നല്ല സൈസാണ്, കണ്ടോ ഇത്രയും നീളമുണ്ട്. അപ്പോൾ ഇത് നല്ല റൂട്ട് വന്ന പ്ലാന്റാണ്. വ്യക്തമായിട്ട് കാണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നല്ല റൂട്ടുള്ള പ്ലാന്റ് അയച്ചു തരത്തുള്ളൂ. നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതും നമുക്ക് വരുന്നത് 75 റുപ്പീസാണ് ഇതിന് വരുന്നത്. ഈ ഫിലോഡെൻഡ്രോൺ വരുന്ന 75 ആണ്. 75 റുപ്പീസാണ്. നല്ല ലുക്കുള്ള ഒരെണ്ണമാണ്. നമുക്കിത് ക്ലൈംബ് ചെയ്യിക്കാം കേട്ടോ. നമ്മുടെ ഭിത്തിയിലൊക്കെ ക്ലൈംബ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ക്ലൈംബ് ചെയ്തിട്ടുണ്ട്. ഇത് മോൺസ്റ്ററയാണ് കേട്ടോ. മോൺസ്റ്റർ അടിപൊളി പ്ലാന്റാണ്. അത് നമ്മുടെ ഇപ്പോൾ ഇല്ല, നമുക്ക് കൊടുക്കാനില്ല. കണ്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞ ഫിലോഡെൻഡ്രോൺ. കണ്ടോ, ഭിത്തിയിലൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ ഒക്കെ കവർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫിലോഡെൻഡ്രോണാണിത്. അപ്പോൾ ഈ ഫിലോഡെൻഡ്രോണിൻ്റെ തൈയാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇത് വേണ്ടുന്നവർ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇത് മോൺസ്റ്ററയാണ് കേട്ടോ. ഇതല്ല, ഇത് നമുക്കിപ്പോൾ സെയിലില്ല. മോൺസ്റ്റർ വരുമ്പോൾ ഞാൻ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണം. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫിലോഡെൻഡ്രോൺ കഴിഞ്ഞു. നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നതാണ്ട് ഈ ഡ്രസീനിയാണ്. നല്ലൊരു ഡ്രസീനിയാണ്. കണ്ടോ, ഇതിൻ്റെ സൈസ് വരുന്നതാണ് ഇതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രസീനിയാണ്. അപ്പോൾ ഇത് വരുന്നത് നമുക്ക് 50 റുപ്പീസേ ഉള്ളൂ ഈ ഡ്രസീനിയയ്ക്ക്. ഇതിൻ്റെ 3 കളർ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ അടുത്ത സെയിൽ പോസ്റ്റിൽ ഇതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള 2 കളേഴ്സും കൂടെ ഇടുന്നതായിരിക്കും. ഇതും 50 റുപ്പീസാണ് വരുന്നത് ഈ ഡ്രസീനിയയ്ക്ക്. കണ്ടോ, നല്ല റൂട്ടായ പ്ലാന്റാണ്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ഒരു കലാത്തിയ അല്ല, അഗ്ലോണിമ. ഇതിൻ്റെ കറക്റ്റ് എനിക്ക് ഏതാണെന്ന് അറിയില്ല. അഗ്ലോണിമയാണെന്ന് തോന്നുന്നു. ഐസ് എന്നൊക്കെ പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല ഷെയ്ഡാണ്. നല്ല ലൈറ്റ് സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു സിൽവർ പ്ലാന്റാണ്. ഇതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇതൊരു സിൽവർ ഷെയ്ഡ് വരും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ബൾക്കായിട്ട് ഇരിക്കുന്ന വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഇട്ടേക്കാം. ഇത് അടിപൊളി ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതും വരുന്നത് 50 റുപ്പീസേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ നല്ലൊരു റേറ്റിനാണ് കൊടുക്കുന്നത്. ഈ 50 റുപ്പീസിന് നമ്മൾ ഇത്രയും വലിയ പ്ലാന്റ്സ് ഒന്നും ഒരിക്കലും കിട്ടത്തില്ല. കണ്ടോ, ഇതിൻ്റെ റൂട്ട് കണ്ടോ, അത്രയ്ക്ക് നല്ല പ്ലാന്റ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മേടിക്കുന്നവർക്ക് ആർക്കും ഒരിക്കലും നഷ്ടം വരത്തില്ല. അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ്. നല്ല വെറൈറ്റിയാണ്. നമുക്ക് ഇൻഡോറും അതേപോലെ വൈറ്റ് പോട്ടിലൊക്കെ വെച്ചാൽ അടിപൊളിയാണ്. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ്. ഇത് നമ്മൾ ബുഷിയായിട്ട് വെക്കണം, എന്നാലേ ഭംഗി വരത്തുള്ളൂ. ഇത് ഒരെണ്ണം വെച്ച് കഴിയുമ്പോൾ നമുക്ക് ബുഷിയാവും. കുറേ നാൾ കഴിയുമ്പോൾ നല്ലപോലെ വരും. അപ്പം നമുക്ക് നല്ല ലുക്ക് കിട്ടത്തുള്ളൂ. ഒരെണ്ണം ഇതിപ്പോൾ ഒരു സ്റ്റെമ്മിനാണ് നമ്മൾ റേറ്റ് പറയുന്നത്. 50 റുപ്പീസേ ഉള്ളൂ ഇതിന്. ഈ ഒരു സ്റ്റെമ്മിനാണ്. ഇതിപ്പോൾ 3 സ്റ്റെമ്മാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ 5 പീസ് ടോട്ടലി ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരു സ്റ്റെമ്മിൻ്റെ റേറ്റാണ് 50 റുപ്പീസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 എണ്ണം വേണമെങ്കിൽ അതനുസരിച്ചുള്ള പേയ്മെൻറ്റ് വരും. അപ്പോൾ ഇതെല്ലാം 50 റുപ്പീസിനാണ് നമ്മൾ കൂടുതൽ പ്ലാന്റും ഇവിടെ സെയിൽ ചെയ്ത്. ഇതിൽ ഒരെണ്ണം മാത്രമേ കണ്ടേ ഉള്ളൂ. കലാത്തിയ ഇതേ ഉള്ളൂ 60. ഇത് 75ഉം വരുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഏകദേശം ആയിട്ടുണ്ട്. സെയിലിനുള്ള പ്ലാന്റുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കാര്യം നമ്മളിടുന്ന സെയിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ദെൻ ബൈ.